നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ മക്കളുടെ ആദ്യത്തെ ഓണമല്ലേ? നിന്റെ മക്കളോ? അങ്ങനെ രണ്ട് മക്കളുള്ളതായിട്ട് നീ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? പിന്നെ ഓണത്തിനും വിഷുവിനും അവർക്ക് ഉടുപ്പുകൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള അച്ഛൻ അവർക്ക് വേണ്ട. നീ വന്ന വഴി തിരിച്ചു പോകാൻ നോക്കൂ. അങ്ങനെ പറയലേ രഘുവേട്ടാ. ജീവിതത്തിൽ ഞാൻ പലതും പഠിച്ചോണ്ടിരിക്കുക. എൻ്റെ ഭാര്യയും മക്കളും എന്നെ വിട്ടുപോയപ്പോഴാ അവരുടെ വില എന്താണെന്ന് ഞാൻ അറിയുന്നത്. നീ ഇപ്പൊ അവർക്ക് കണ്ടിരിക്കുന്ന വില എന്താന്നൊക്കെ എനിക്കറിയാം. ആ ചീട്ടൊക്കെ നീ എൻ്റെ അടുത്ത് ഇറക്കാൻ നോക്കണ്ട. എൻ്റെ കൈക്ക് ജോലി ഉണ്ടാക്കാതെ നീ മര്യാദയ്ക്ക് സ്ഥലം വിട്. അതാ നിനക്ക് നല്ലത്. രഘുവേട്ടാ, ഞാൻ ഇത്രയും ദൂരം വന്നല്ലേ രഘുവേട്ടാ. എൻ്റെ മക്കൾക്ക് ഞാൻ ഇത് കൊടുത്തിട്ട് ഞാൻ വേഗം പൊയ്ക്കോളാം. പ്ലീസ് രഘുവേട്ടാ. രഘുവേട്ടാ, മര്യാദയ്ക്ക് പോ. നിന്നോടാ ഞാൻ മാറാൻ പറഞ്ഞു. ഇറങ്ങി പോടാ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? അവൻ വന്നത് ചീരു പറഞ്ഞോ? കാര്യം പറഞ്ഞു. കൈക്ക് പണി ഉണ്ടാക്കില്ലേ? അവൾ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടു. അപ്പൊ തന്നെ കരഞ്ഞോണ്ട് അവള് മുറിയിലേക്ക് ഓടിപ്പോയി. അല്പ സന്തോഷം തന്നിട്ട് അതിലും വലിയ വേദന കൊണ്ടത് എന്തിനാ ദൈവം ഓടുന്നത്? ഇറങ്ങി പോവാൻ. എന്റെ മക്കളെ ഞാൻ അവർക്ക് എന്റെ ഓണസമ്മാനം പോവാനല്ലേ പറഞ്ഞേ? അങ്ങോട്ട് പോകണ്ട. അച്ഛനെ കണ്ട അവന്റെ അഭിനയം കൂടത്തേ ഉള്ളൂ. താനൊക്കെ ഒരു മനുഷ്യനാണോ? തനിക്കുമില്ല ഒരു മകള്. അവളെ കാണാതിരുന്ന തനിക്ക് സങ്കടം വരില്ലേ? എന്റെ മകളെ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. നിന്നെ പോലെ അല്ല. വേഗം പോവാൻ നോക്ക്. ഞാൻ പോവില്ല. എന്റെ മക്കളെ കാണിക്കാതിരിക്കാൻ ഇവിടെ ഗുണ്ടകളെ കാവലെടുത്തിരിക്കണോ? പോവില്ല. നീ പോണാ. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നിന്റെ വീട്ടിനകത്തൊന്നുമല്ലോ, പുറത്തല്ലേ? എടോ അനന്ത മാഷേ, നിങ്ങൾക്ക് മനസ്സിലാക്കിയോ? 5 പെമ്മക്കൾക്ക് വേണ്ടി ജീവിച്ച മഹാനല്ലേ? എന്നിട്ടെന്താ എന്റെ ഇരട്ട കുട്ടികളെ കാണാൻ വേണ്ടി വന്ന ഒരു അച്ഛന്റെ മനോവേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്? എന്റെ ഭാര്യ മക്കളെ നിങ്ങൾ കാണിക്കണ്ട. ഇത് ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. ഇതെങ്കിലും എനിക്ക് അവർക്ക് കൊടുക്കണം. ഇതെന്റെ മക്കൾക്ക് കൊടുക്കേ. നീ ഇനി അടി മേടിച്ചിട്ടേ പോവിനാ. എടുത്തിട്ട് പോടാ. ഇനി നിന്റെ ശബ്ദം കേട്ടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരും. അത് നിനക്ക് നല്ലതല്ല. അമ്പിളി. എടാ രഘു, എന്റെ മക്കളുടെ ഉടുപ്പാ നീ വലിച്ചെറിഞ്ഞത്. നിനക്കും ഒരു മകളാ. അവരെ ഓർത്ത് നീയും ഒരിക്കൽ കരയേണ്ടി വരും. കരയിപ്പിക്കും ഈ വിനയൻ. ഇത് വിനയന്റെ വാക്കാ. എടുത്തോണ്ട് പോവാൻ. പോടാ, വേഗം പോടാ. പോവാടാ. പക്ഷെ ഞാൻ വരും. ഇതിനൊക്കെ നീ അനുഭവിക്കും. ഓ ആയിക്കോട്ടെ, നീ അനുഭവിക്കണം. ശരി, അനുഭവിക്കും. ഇതെന്റെ മക്കൾക്ക് കൊടുത്തേക്ക്. ആർച്ചപോക്കും ബാത്റൂമൊക്കും കൊടുത്തേക്ക്. ഇത് അവരുടെ അച്ഛന്റെ ഓണസമ്മാനാണെന്ന് പറഞ്ഞേക്ക്. അച്ഛന് അമ്മോനെല്ലാം കണ്ടല്ലേ? അവന്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ രഘു. കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പുമായി അവൻ ഇവിടെ വന്ന് കാത്തു നിന്നതിന്റെ അർത്ഥം എന്താണ്?
അവൻ പഠിച്ച കള്ളനല്ലേ അമ്മവ. എങ്ങനെയെങ്കിലും ഇവിടെയുള്ളവരുടെ മനസ്സിൽ കയറിപ്പറ്റി ചീരുവിനെ കൊണ്ട് ആ ഡിവോഴ്സ് കേസ് പിൻവലിപ്പിക്കണം. അത് മാത്രം അവന്റെ ലക്ഷ്യം. അതെ അച്ഛാ, ഇനി ഒരു ദയ അവൻ അർഹിക്കുന്നില്ല. അങ്ങനെയൊന്നും അച്ഛന് തോന്നിപ്പോലെ. ദയയല്ല അമ്പിളി, കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് അവൻ വരുമ്പോ മനസ്സിൽ വല്ലാത്തൊരു ആദിയ. ചീരുവിന് അവന്റെ ഒരു കുഞ്ഞുകൂടി ജനിക്കാൻ പോവല്ലേ. അത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാ അച്ഛാ. ഒരു ജീവനെ ഇല്ലാതാക്കുന്നത് പാപം തന്നെയാ. പക്ഷേ അതൊരു പാപജന്മമായി ജനിച്ചു വീഴണമെന്ന് ചിന്തിക്കാൻ ഇനിയും സമയമുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞുകൂടി ജനിക്കുകയാണെങ്കിൽ ചീരുവിന് വിനയനെ കൊണ്ടുള്ള ശല്യം കൂടുകയുള്ളൂ. അവളുടെ കാര്യം കൂടി നമ്മൾ ആലോചിക്കണ്ടേ അച്ഛാ? വേണ്ട, ജനിക്കാൻ യോഗമില്ലെങ്കിൽ അത് ചാപിള്ളായി പറഞ്ഞോളും. അതിനെ നമ്മളായിട്ട് കൊല്ലാൻ നോക്കണ്ട മോളെ. ചിരു, പോട്ടെ മോളെ. അവനെ പറഞ്ഞു വിട്ടില്ലേ? ഇനി ഒരിക്കലും അവനെ കൊണ്ടുള്ള ശല്യം നിനക്ക് ഉണ്ടാവില്ല. അയാൾ വരുമ്പോഴൊക്കെ ഇത് തന്നെയല്ലേ ചേച്ചി ഞാൻ കേൾക്കുന്നത്. അയാൾ ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു പോവില്ല. ഇരട്ടയുടെ ജന്മം അത്. തൂത്തെറിയുമ്പോ എവിടെയെങ്കിലും പോയി കിടക്കും. എന്നിട്ട് വീണ്ടും തലയും പൊക്കി ഇങ്ങോട്ട് തന്നെ വരും. മോളെ, കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടുന്നോടെ ആ ശല്യം അങ്ങ് തീർന്നു കിട്ടും. അതുവരെ മോളിതെല്ലാം ഒന്ന് സഹിക്കും. കോടതിക്ക് എന്നെ അയാളും തമ്മിൽ അകറ്റാനല്ലേ പറ്റൂ ചേച്ചി? അയാളുടെ മക്കളെ കാണരുതെന്ന് കോടതിക്ക് പറയാൻ പറ്റുമോ? പറ്റൂന്ന്. ഇപ്പൊ അയാൾ നടത്തുന്നത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗാ. തിരുവോണല്ലേ, കുഞ്ഞുങ്ങളെ കാണണ്ടേ? ഞാനൊരു അച്ഛനല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ ആരുടെ മനസ്സലിഞ്ഞു പോവും. അയാളുടെ കൂടെ ജീവിച്ച എനിക്കല്ലേ അറിയുള്ളൂ. പുറമെ സങ്കടം അഭിനയിക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ കിടക്കുന്ന വേഷം എത്ര വലുതാണെന്ന്. എനിക്കറിയല്ലേ മോളെ, അവനെ ചേർത്ത് തോൽപ്പിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവളല്ലേ നീ? ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ? നിന്റെ മക്കളുടെ അവസ്ഥ എന്താവും? എന്റെ ദൈവമേ, എത്ര പാവങ്ങൾ നിന്ന് നിൽപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഓ, ഈ കാലമാട വല്ല വണ്ടി അടിച്ച് ചത്തിരുന്നെങ്കിൽ അവന്റെ കൊച്ചുങ്ങൾക്ക് ആ ഇൻഷുറൻസ് എങ്കിലും കിട്ടിയനെ. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? പിന്നെ പറയാതെ അനു, അവന്റെ കൊച്ചുങ്ങളുടെ പേര് പറഞ്ഞല്ലേ അവൻ വലിഞ്ഞു കയറി വന്നത്. അപ്പൊ പിന്നെ ആ കൊച്ചുങ്ങൾക്ക് അവനെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. വേണ്ട ചേച്ചി, എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ആ മനുഷ്യന്റേതായിട്ടുള്ള ഒന്നും വേണ്ട. ദയവേത് ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേൾക്ക പറയരുത്. ഒരു കാര്യത്തിൽ ഒന്നും പറയണ്ടെന്ന് വിചാരിക്കും, പക്ഷെ എന്റെ നാവ് അടങ്ങിയിരിക്കണ്ടേ. നല്ലൊരു ദിവസത്തിന്റെ അവസാനം ഇങ്ങനെയായി പോയല്ലോ ദൈവമേ. നമുക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള യോഗമല്ലേ ചേച്ചി? കിട്ടുന്ന നല്ല നിമിഷങ്ങളൊക്കെ ഭാഗ്യാന്ന് കരുതി സമാധാനിക്കാനേ പറ്റൂ. ഇപ്പൊ ഞാനാ ചേച്ചി ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ശാപം പിടിച്ചവള്. എന്റെ നിർഭാഗ്യം നിങ്ങളെയൊക്കെ ബാധിക്കുന്ന. ഞാനങ്ങ് തീർന്ന എല്ലാം തീരും. എന്റെ നാവിനൊക്കെ കുറ്റം പറഞ്ഞിട്ട് നീ അതിലും വലിയ നോണക്കേടാണല്ലോ പറയുന്നത്. ഇവിടെ ആരും തീർന്നിട്ട് ആർക്കും ഒന്നും നേരണ്ട. സങ്കടമായാലും സന്തോഷമായാലും നമ്മൾ കൂടെ പറമ്പുകൾ ഒന്നിച്ച് തന്നെ ഉണ്ടാവണം.
രാത്രിയായിട്ട് സുശീലെ കാണുന്നില്ലല്ലോ ഇന്ദിര. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയാ ഇത്രയും നേരം ഇവിടെ ഇരുന്നത്. അമ്മയ്ക്ക് ഇന്ദ്രേട്ടൻ ഹർഷയുടെ വീട്ടിൽ നിന്ന് സദ്യ കഴിക്കാത്തതിന്റെ ദേഷ്യമായിരിക്കും. ഇന്ദ്രൻ അവന്റെ മാന്യതയല്ലേ കാണിച്ചത്. അതില് ദേഷ്യപ്പെട്ട് സുശീല അവിടെ താമസിച്ച അവക്ക് തന്നെ അതിന്റെ നാണക്കേട്. അമ്മ അങ്ങനെ അവിടെ താമസിക്കുന്നുമില്ല ഭാനുവമ്മേ. കുറച്ച് വൈകിയാലും ഓട്ടോ പിടിച്ചെങ്കിലും അമ്മ ഇങ്ങ് വരും. അതിന്റെ സമയം കഴിഞ്ഞു ഏട്ടാ. രാത്രി വൈകുന്നോറും ഓട്ടോയൊക്കെ കിട്ടാൻ പാടാ. ഏട്ടനൊന്ന് അമ്മയെ വിളിച്ചു നോക്ക്. ആ അതെ, അല്ല ഞാൻ വിളിച്ച അമ്മ എടുക്കില്ല. അമ്മ അവിടുന്ന് ഇതുവരെ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം.